കുഴപ്പമുണ്ടാവില്ല മോളെ. അമ്മ പ്രാർത്ഥിക്കാം. എന്റെ ഈശ്വരന്മാരെ കാത്തോളണേ. എന്തായി? പ്രസവമുറിയിലേക്ക് കയറ്റി. ഉടനെ ഉണ്ടാവോ? അതെങ്ങനെ പറയാൻ പറ്റും? വേദന തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, സമയമെടുക്കും. ഞാൻ കുറച്ചുകൂടി നേരത്തെ വരണ്ടായിരുന്നു അല്ലേ? എന്തിന്? അവളുടെ ഉള്ള സമാധാനം കൂടെ കളയാനോ? ഹേയ്, ഒരു കുട്ടിയൊക്കെ ആവുമ്പോ അവളുടെ സ്വഭാവം മാറും. കുട്ടിയുടെ അപ്പൂപ്പനാണല്ലോ ഞാൻ. അപ്പൊ ആ ഒരു ബഹുമാനം തരാതിരിക്കില്ല. ദേ, എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. നിങ്ങൾ കരുനാക്ക് വളച്ചൊന്നും പറയാതിരുന്നാ മതി, എന്നാ എല്ലാം ശരിയാവും. മോളെ, എനിക്കാകെ ഒരു പേടി. ധൈര്യമായിട്ടിരിക്കെ. ഒരു ദിവസം എത്ര പ്രസവം നടക്കുന്നതാ ഇവിടെ. എന്റെ കൈകൊണ്ട് തന്നെ എത്ര കുഞ്ഞുങ്ങളെ എടുത്തിരിക്കുന്നു ഞാൻ. ഞാനൊരു ഭസ്മം കൊണ്ടുവന്നിട്ടുണ്ട്, അതൊന്ന് തൊടുവിച്ചാ തരക്കേടില്ല. ദേ, മോളിതൊന്നും കണക്കാക്കണ്ട. ബാലാമണിയുടെ അച്ഛനാണെന്നേ ഉള്ളൂ, ആ ബോധമൊന്നും കിട്ടിയിട്ടില്ല. എക്സ്ക്യൂസ് മീ, ഡോക്ടർ അഭിരാമി അല്ലേ? അതെ. നിങ്ങൾ പെട്ടെന്ന് കമ്മീഷൻ ഓഫീസർ വരെ ഒന്ന് വരണം. എന്തിന്? ഡോക്ടർക്കെതിരെ ഭർത്താവിന്റെ അമ്മ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് പരാതി നൽകിയിരിക്കുന്നു. അന്വേഷണ വിധേയമായിട്ട് കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണ് ഞങ്ങൾ. സോറി, ഞാനിപ്പോ കുറച്ച് ബിസിയാ. പേഷ്യൻസ് ഉണ്ട്. ഫ്രീ ആകുമ്പോൾ ഞാൻ വരാം. അത് പറ്റില്ല മാഡം. 11 മണിക്ക് അവരെ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ മൊഴി എടുക്കണമെന്നാണ് ഓർഡർ. പക്ഷേ എനിക്കിപ്പോ വരാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഏറ്റവും മാന്യമായിട്ട് ഇടപെടാൻ വേണ്ടിയാണ് ഞങ്ങളെ ഇങ്ങോട്ട് അയച്ചത്. കൂടെ വന്നില്ലെങ്കിൽ ഞങ്ങൾ സ്റ്റേഷനിൽ അറിയിക്കും. ഒരു അറസ്റ്റ് ഒഴിവാക്കുന്നതല്ലേ നല്ലത്. ഇപ്പൊ എന്ത് ചെയ്യും മോളെ? സാറേ, എന്റെ മോള് പ്രസവ വേദന എടുത്ത് കിടക്കുക. അത് കഴിഞ്ഞിട്ട് വന്നാ പോരെ? പോരാ, ഞാൻ പറഞ്ഞല്ലോ 11 മണിക്ക് മുമ്പ് മൊഴിയെടുക്കണം. അതെ, ACPയുടെ സ്ട്രിക്റ്റ് ഓർഡറാ. ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. പേടിക്കണ്ട. ഇവിടെ ഗൈനക്കോളജിയിൽ വേറെ ഡോക്ടറുണ്ട്. ഞാൻ ഏൽപ്പിച്ചിട്ടേ പോകൂ. ഈശ്വര, ചതിക്കല്ലേ. സൂസൻ, ബാലാമണിയുടെ അവസ്ഥ വളരെ മോശം. പെയിൻ തുടങ്ങി. ചിലപ്പോ സിസേറിയൻ വേണ്ടിവരും. കുട്ടിയുടെ പൊസിഷൻ അതാ കാണിക്കുന്നത്. ഞാൻ നോക്കിയാൽ മതിയോ? മതി. എന്റെ റിപ്പോർട്ടിൽ എല്ലാം കൃത്യമായിട്ടുണ്ടാ. എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടായാലോ? ഒന്നും ഉണ്ടാവില്ല. അഥവാ ഉണ്ടായാലും ഉത്തരവാദിത്വം എനിക്കല്ലേ. ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. ഓക്കെ. പോകാം.
നിങ്ങളുടെ ഓഫീസർക്ക് വിഷമം തീരട്ടെ. ഞങ്ങളോട് ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം? ഞങ്ങളുടെ ഡ്യൂട്ടി ഞങ്ങൾ ചെയ്യുന്നു. എന്നാലും നിങ്ങളും അറിയണം, ജീവൻ രക്ഷിക്കാൻ ഒരു ഡോക്ടർ എടുക്കുന്ന റിസ്ക്. അതെങ്ങനെയാ? ലോക്കപ്പിലിട്ട് ഇടിച്ചു കൊല്ലാനല്ലാതെ മനുഷ്യന്റെ സങ്കടം നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ. കമ്മീഷണർ ഓഫീസിൽ നിന്ന് എന്തെങ്കിലും വിവരം കിട്ടി സാർ? തന്റെ ഭാര്യ ആദ്യ ഭർത്താവിനെയും കൂടി ACP വിളിച്ചിട്ടുണ്ട്. എന്തായി കാര്യങ്ങളെന്ന് എനിക്കറിയില്ല. അവള് പരാതി പിൻവലിക്കൂ സാർ? എന്നോട് ചോദിച്ച ഞാനെന്ത് മറുപടി പറയാനാ? തന്റെ ഭാര്യയുടെ സ്വഭാവം എങ്ങനെയാണെന്ന് എന്നെക്കാൾ നന്നായിട്ട് തനിക്കറിയില്ലേ? ഞാൻ കണ്ടിടത്തോളം അവരൊരു ബോൾഡായ സ്ത്രീയാ. ഈ കാലാവസ്ഥാ പ്രവചനം പോലെ പരാതി പിൻവലിക്കാനും പിൻവലിക്കാതിരിക്കാനും സാധ്യതയുണ്ട്. പിൻവലിച്ചില്ലെങ്കിലോ? സംശയം എന്താ? കേസ് ചാർജ് ചെയ്യും. സമയം 9:30 10 മണിയിൽ കൂടുതൽ കാത്തിരിക്കാൻ പറ്റില്ല. അറസ്റ്റ് ചെയ്ത് 24 മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണം. അത് നിയമമാണ്. വണ്ടിയൊക്കെ പണിത് കിട്ടിയിരുന്നോ? അല്ല, കാശ് കൊടുത്തു വിട്ടിരുന്നോ? അത് കിട്ടിയായിരുന്നോ? കിട്ടി. അത് ചോദിക്കാൻ വിളിച്ചാണോ? അല്ലല്ല, സാറിന് ഒരു വിരുന്നൊരുക്കിയിട്ടുണ്ട്. അതിനുള്ള ക്ഷണക്കത്താണിത്. ഒന്ന് വായിച്ചു നോക്കണം. എന്തൊക്കെ അനാവശ്യങ്ങളായി എഴുതി വെച്ചിരിക്കുന്നേ? ഇതാ നിങ്ങളുടെ സംസ്കാരം? എന്റെ സംസ്കാരമല്ലല്ലോ ഇത്, തന്റെ സംസ്കാരം. താനും ഇവളും കൂടിയുള്ള മോശപ്പെട്ട ബന്ധങ്ങൾക്ക് ദൃക്സാക്ഷിയായ ഒരു പാവം അമ്മയും സഹോദരിയും എഴുതി തന്ന പരാതിയാണിത്. ഇതിന്റെ മേലുള്ള അന്വേഷണ ചുമതല ഞാൻ നേരിട്ടങ്ങ് ഏറ്റെടുത്തിരിക്കുക. ഇത് നിങ്ങൾ മനഃപൂർവ്വം എന്നെ ദ്രോഹിക്കുന്നതാ? അതെ. നിന്നോട് ഞാൻ പറഞ്ഞിരുന്നു നിനക്ക് ഞാനൊരു വിലയിട്ടിട്ടുണ്ടെന്ന്. അതാണ് ഇത്, നിന്റെ ജീവിതത്തിന്റെ വില. അത് ഞാൻ എന്റെ കൈവിളലിട്ടിങ്ങനെ കറക്കും. ഇതിൽ പറഞ്ഞത് മുഴുവൻ സത്യമാണെന്ന് ഈ ലോകം മുഴുവൻ വിശ്വസിച്ചാലും എന്റെ മാനം കപ്പൽ കയറാനൊന്നും പോകുന്നില്ല. ഒന്നാമത്തെ കാര്യം, ഈ നിൽക്കുന്നത് എന്റെ ഭർത്താവായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഈ പരാതി തന്നവർക്കൊപ്പം എനിക്കിനി താമസിക്കാൻ താല്പര്യമില്ല എന്നുള്ളതാ. അതുകൊണ്ട് തന്നെ സാർ എന്നെ പേടിപ്പിക്കരുത്. പേടിക്കില്ല അഭിരാമി. ആഹാ, അതെന്തായാലും കൊള്ളാം. നീയാടി മോളെ പെണ്ണ്. കുറെ കാലം കൂടിയാ നയാഗ്ര വെള്ളച്ചാട്ടം പോലെ കുറെ ഡയലോഗുകൾ ഞാൻ കേൾക്കുന്നത്. അപ്പൊ എങ്ങനെയാ ഈ പരാതി ഞാനങ്ങ് പൊലിപ്പിക്കട്ടെ? എന്തു വേണമെങ്കിലും ചെയ്യാം. എന്നെ പെട്ടെന്ന് തിരിച്ചു പോകാൻ അനുവദിക്കണം. ലേബർ റൂമിൽ പല കേസുകളും സീരിയസാ. പലരുടെയും ജീവൻ രക്ഷിക്കണമെങ്കിൽ ഞാൻ അവിടെ ചെല്ലണം. നീ അങ്ങനെ അങ്ങ് പോവാൻ വരട്ടെ. 24 മണിക്കൂർ നിന്നെ കസ്റ്റഡിയിൽ വയ്ക്കാൻ എനിക്ക് നിയമപരമായ അധികാരമുണ്ട്. അത് കഴിഞ്ഞാൽ നാളെ സൺഡേ, കോടതിയില്ല എന്ന് വെച്ചാ ഒരു ദിവസം കൂടി എന്റെ കസ്റ്റഡിയിൽ. അവള് മാത്രമല്ല, താനും. ഇത്രയ്ക്ക് ദ്രോഹിക്കാൻ മാത്രം തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അത് താൻ കോടതിയിൽ തെളിയിക്കണം. നിയമത്തിലും കോടതിയിലൊക്കെ വിശ്വാസമുള്ള സാധാരണക്കാരനല്ലേ നീ. 2 ദിവസം ഇവിടെ കിടന്ന് ശരിക്കൊന്ന് ആലോചിക്ക. ഇപ്പോഴത്തെ നിന്റെ ഈ തിളപ്പൊക്കെ അങ്ങ് തീരും.
നീ വാടി കരിഞ്ഞു പോകും. പേടിക്കൂ അഭിരാമി. പേടിച്ച് വിറപ്പിക്കുന്നില്ല ഞാൻ. ഒരുപാട് നേരമായോ? ആ കുറച്ചു നേരമായി. അഭിരാമി ഡോക്ടറാ നോക്കിക്കൊണ്ടിരുന്നേ. അവരുണ്ടായിരുന്നെങ്കിൽ ഒരു ധൈര്യം ഉണ്ടായിരുന്നു. ഡോക്ടർ എവിടെ പോയി? അതിന് കേസും വഴക്കുമല്ലേ, പോലീസുകാർ വന്ന് കൊണ്ടുപോയി. സിറ്റുവേഷൻ കുറച്ച് ക്രിട്ടിക്കലാണ്. കുട്ടി വിലങ്ങിയിരിക്കുക. സിസേറിയൻ വേണ്ടിവരും. എന്റെ ഈശ്വര, അവരുടെ ഹസ്ബൻഡ് ഇല്ലേ ഇവിടെ? മോള് ഡിവോഴ്സിയാണ്. ഉത്തരവാദിത്തപ്പെട്ട വേറെ ആരാ? അച്ഛനുണ്ട്. അച്ഛനാ? എന്റെ മോളാ? ഒന്ന് സൈൻ ചെയ്തു തരണം. അഭിരാമി ഡോക്ടർ ബാലാമണിയുടെ റിലേറ്റീവ് അല്ലേ? അതെ. ഡോക്ടറെ എങ്ങനെയെങ്കിലും ഒന്ന് എത്തിക്കാമോ? കൈപ്പുണ്യമുണ്ട് ഡോക്ടർക്ക്. എത്തിക്കാം, എവിടെ ഉണ്ടെങ്കിലും എത്തിക്കാം. ഞാൻ പറഞ്ഞു എന്നൊന്നും പറയല്ലോ കേട്ടോ. ഏത് പോലീസുകാരാ ഡോക്ടറെ കൊണ്ടുപോയത്? അത് കമ്മീഷൻ ഓഫീസിലേക്കാ അസിസ്റ്റന്റ് കമ്മീഷണർ വിളിപ്പിച്ചത്. വഴക്കൊന്നും ഉണ്ടാക്കരുത്. പറ. എന്ത് കോംപ്രമൈസാ മാഡം ഉദ്ദേശിക്കുന്നത്? സിമ്പിൾ. അഭിരാമി കൊടുത്ത പരാതി അഭിരാമി പിൻവലിക്കുന്നു. അവർ തന്ന പരാതി ദാ നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ഞാൻ ഇങ്ങനെ കീറിക്കളയുന്നു. എനിക്കുണ്ടായ ബുദ്ധിമുട്ടുകൾക്ക് ആര് സമാധാനം പറയും? അയ്യോ, ഞാൻ പറയണോ? വേണമെങ്കിൽ നിന്റെ കാല് പിടിച്ച് ഞാൻ മാപ്പ് പറയാം. വേണോ? വേണമെങ്കിൽ പരാതി പിൻവലിച്ച് പോവണേ ഇവിടുന്ന്. മാഡത്തിന്റെ ഭാഷ വല്ലാതെ ഇറിറ്റേറ്റഡ് ആവുന്നു. പോക്കറ്റ് അടിക്കാരോ പിടിച്ചു പറിക്കാരോ ഒന്നും അല്ല ഞങ്ങള്. ഒരു പ്രൊഫസർ, ഒരു ഡോക്ടറുവാ. പോട്ടെ, എല്ലാവരും ഒരേ സംസ്കാരത്തിൽ പെരുമാറണമെന്ന് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ. എന്നെ സംസ്കാരം പഠിപ്പിക്കാതെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് തീരുമാനിച്ചു. എനിക്കിവിടെ 100 വട്ടം പണികളുള്ളതാ. അബി, ഒന്ന് വന്നേ. ഇന്നമ്മയൊന്ന് പുഞ്ചിരിച്ചു പോലും കണ്ടില്ലല്ലോ. വീട്ടുകാരെ ഓർത്ത് വിഷമിക്കുക. എനിക്കറിയില്ല കുട്ടി, ആരെയും പ്രത്യേകിച്ച് ഓർത്തിട്ടൊന്നുമല്ല. ഉള്ളിലെന്തോ വല്ലാത്തൊരു പ്രയാസം. എന്തു പറ്റിയമ്മേ? അറിയില്ല, എന്തോ സംഭവിക്കാൻ
പറയാൻ പോകുന്നത് പോലെ മനസ്സിലൊരു പ്രയാസം. ഈശ്വര, വെറുതെയുള്ള തോന്നലാവണേ. ആർക്കൊന്നും വരുത്താതെ കാത്തു രക്ഷിക്കണേ. മോളെ, ബാലാമണിക്ക് മോളെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോ. എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല. വളരെ സീരിയസാ. എന്റെ കർമ്മദോഷ, ഇതൊക്കെ എന്റെ കർമ്മദോഷ. എന്റെ ഈശ്വര. ഡിവോഴ്സ് ആയെങ്കിലും ഇപ്പോഴും രണ്ടുപേരും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടല്ലേ? പ്രൊഫസർ പറഞ്ഞ ഡോക്ടർ എന്തോങ്ങ് അനുസരിക്കും. ഒരുമിച്ച് താമസിക്കാൻ കഴിയാതെ വരുമ്പോ പിരിയുന്നതാണ് ഡിവോഴ്സ്. അതിനർത്ഥം ആജീവനാന്തം അവര് ശത്രുക്കളാണെന്നല്ല. ഇനി മേഡം പരാതി അങ്ങ് വലിച്ചു കയറി കളയണം. ഓഫ് കോഴ്സ്. പ്രഭേ, ആര് പറഞ്ഞു ഇവരെ ഇവിടെ കൊണ്ടു നിർത്താൻ? It's none of your business. It's my business. എന്നോട് ദേഷ്യമുണ്ടെങ്കിൽ അത് നേരിട്ട് തീർക്കണം. എനിക്ക് മനസ്സിലായില്ല, ഇവരൊക്കെ നിങ്ങളുടെ ആരാ? എനിക്ക് വേണ്ടപ്പെട്ടവർ, മക്കളിൽ നിന്ന് കിട്ടാത്ത സ്നേഹം എനിക്ക് തന്നവർ. ഞാനിവരെ കൊണ്ടുപോവാ. തടയാൻ വന്നാ പിന്നെ നീ എന്നെ കൊല്ലേണ്ടി വരും. അല്ല, ഇത് ബാലേട്ടൻ്റെ ആരാ? എൻ്റെ ആരുമല്ല, എനിക്കൊരു ബന്ധവുമില്ല. പക്ഷെ എനിക്ക് ബന്ധമുണ്ട്. He is my bloody father. എന്നെ വേണ്ടെന്ന് വെച്ച് എന്റെ അമ്മയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ സ്വന്തം വീട്ടിൽ കുടിയിരുത്തിയ എന്റെ ദുഷ്ടനായ അച്ഛൻ. എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട. അമ്മയും മക്കളും ഒരുമിച്ച് നിന്ന് എന്നെ ഒറ്റപ്പെടുത്തിയപ്പോ എന്റെ കണ്ണീന്ന് വീണത് കണ്ണീരല്ല, ചോരയാ. അത് തിരിച്ചറിയാനുള്ള സെൻസ് ഒന്നും നിനക്കില്ല. ബഹളം വെക്കിയ ഇത് ഉത്സവപ്പറമ്പല്ല, കമ്മീഷണറുടെ ഓഫീസാണ്. ഇറങ്ങി പൊക്കമല്ല. ഒരു മിനിറ്റ്.
മക്കളെ നാണം കെടുത്താൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കരുത്. എന്തിനാ ഇങ്ങനൊരു അച്ഛൻ? നിങ്ങളെ വിശേഷിപ്പിക്കാൻ ഒരൊറ്റ വാക്കേ ഉള്ളൂ: നൂഹിസൻസ്, ശല്യം.